നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് എന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള പ്രമുഖർ ഈ കാര്യം തള്ളിയെങ്കിലും വിനയൻ അടക്കമുള്ള സംവിധായകൻ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പവർ ഗ്രൂപ്പിലെ മുഖ്യ നടൻ ദിലീപ് ആണെന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തെത്തിയിരുന്നു. ദിലീപ് ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പാണ് 2017 വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത്. ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ്, കുഞ്ചാക്ക ബോബൻ, പാർവതി തിരുവോത്ത്, അതുപോലെ ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായി. എന്നാൽ ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഡ്രൈവറും അടുത്ത അനുയായിയുമായ അപ്പുണ്ണി എന്ന SS സുനിൽരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. ദിലീപിനും മറ്റ് സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള ചിത്രം ടീം പവർ ഗ്രൂപ്പ് എന്ന തലക്കെട്ടോടെയാണ് അപ്പുണ്ണി പങ്കുവച്ചിരിക്കുന്നത്. പവർ ഗ്രൂപ്പ് എന്ന കാര്യത്തെ പരിഹസിക്കുന്ന തരത്തിലാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ തങ്ങളാണ് പവർ ഗ്രൂപ്പ് എന്നും ശരിക്കുമുള്ള അവകാശവാദവും ഈ പോസ്റ്റിന് പിന്നിലുണ്ടെന്നാണ് ചില കേന്ദ്രങ്ങളിൽ ഉയരുന്ന ആക്ഷേപവും. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി. WCC പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നു എന്നാണ് വിവരം. നടിയെ ആക്രമിച്ച സംഭവം വന്നപ്പോഴും ഇടവേള ബാബു, KB ഗണേഷ് കുമാർ, മുകേഷ്, സുരേഷ്, B ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിനൊപ്പമായിരുന്നു നിന്നിരുന്നത്. ഒരു സിനിമയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ദിലീപാണ്. അമ്മ ഉൾപ്പെടെ തിയേറ്റർ സംഘടനകൾ അടക്കം മലയാള സിനിമയിലെ പല സംഘടനകളും ദിലീപിന്റെ നിയന്ത്രണത്തിലാണ്. സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം, നായകൻ ആരാകണം, നായിക ആരാകണം എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചതും ദിലീപാണ്. നായകന്മാരെ അഭിനയിച്ചു കൊണ്ടിരുന്ന നടന്മാരെ മാറ്റി നിർത്താൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി. വിദേശത്ത് സിനിമ പുറത്ത് ഇറക്കുന്നതിലടക്കമുള്ള നിയന്ത്രണങ്ങൾ ദിലീപിന്റെ സമ്മർദ്ദത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. വിനയന്റെ പൃഥ്വിരാജ് നായകനായ സത്യം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മുതൽ പൃഥ്വിരാജിനെ സിനിമകളിൽ നിന്നും മാറ്റി നിർത്തിയതും ദിലീപാണ്. ഇടവേളയ്ക്ക് ശേഷം അതിജീവിതയുടെ സിനിമയ്ക്ക് തിയേറ്റർ നൽകാതിരുന്നതും OTT റൈറ്റ്സ് കിട്ടാതിരുന്നതുമെല്ലാം വാർത്തയായിരുന്നു. ദിലീപ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുവെന്ന അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന് അതിജീവിത നേരിട്ട് പരാതി നൽകിയെന്ന് ഇടവേള ബാബു പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു. എന്നാൽ പരാതികൾ ലഭിച്ചിട്ടും അമ്മ അത് പരിഗണിച്ചില്ല. കുഞ്ചാക്ക ബോബൻ, രമ്യ നമ്പീശൻ തുടങ്ങിയവരെ പൂർണ്ണമായും മാറ്റി നിർത്തി. WCC അംഗങ്ങൾ അടക്കം മാറ്റി നിർത്തിയതിന് പിന്നിൽ ദിലീപ് എന്നുമാണ് പറയപ്പെടുന്നത്. ഒരു വ്യക്തിയെ മേഖലയിൽ നിന്നും വിലക്കാൻ ഗുരുതരമായ കാരണങ്ങളൊന്നും ആവശ്യമില്ല. ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും പവർ ഗ്രൂപ്പിലെ ആരെയെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എതിർത്താൽ അവർക്ക് വിലക്ക് നേരിടും. പവർ ഗ്രൂപ്പിലെ ആർക്കെങ്കിലും പ്രസ്തുത വ്യക്തിയോട് അപ്രിയം തോന്നിയാൽ വിലക്ക് നേരിടേണ്ടി വരും. അത്തരമൊരു ഘട്ടത്തിൽ പവർ ഗ്രൂപ്പിലെ ആളുകൾ കൈകോർക്കുകയും പ്രസ്തുത വ്യക്തിയെ സിനിമയിൽ നിന്നും വിലക്കുകയും ചെയ്യുകയാണെന്ന് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ.